മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച ഭാഗം 11-ാമത്തെ വാക്യം അവിടുത്തെ പറയുന്നു, അതുകൊണ്ട് ആരും അനുസരിക്കേണ്ട സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. ഒരു മുന്നറിയിപ്പോടുകൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് ആ ഭാഗം അവസാനിപ്പിച്ചത്. ആ ഭാഗം അവസാനിപ്പിച്ചിട്ട് വീണ്ടും താൻ തുടങ്ങിയ, പ്രത്യേകിച്ച് ഇതിന് അകത്ത് ഒരിടവേള കൊടുത്തുകൊണ്ട് ആദ്യം താൻ പറഞ്ഞു വായിക്കുന്ന കാര്യങ്ങൾ, ആ മുന്നറിയിപ്പ് കൊടുത്തതിന്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളതാണ് അടുത്ത 2 വാക്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ആ ശ്രദ്ധയോടുകൂടെ നിങ്ങളായിരിക്കണം. വായിച്ചോട്ടെ 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ. 11. അതുകൊണ്ട് ആരും അനുസരണക്കേണ്ട സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്. അപ്പോൾ വീഴാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും തുടർന്ന് പറയുന്നു, ദൈവത്തിന്റെ വചനം. ഇംഗ്ലീഷ് ബൈബിള് കഴിയുന്നവര് ആ വാക്യം വായിച്ചാൽ വേഴ്സ് 12 വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന വാക്യം. മലയാളം ബൈബിളിൽ മിസ്സിംഗ് ആയിരിക്കുന്ന വേർഡ് ഇംഗ്ലീഷ് ബൈബിളിൽ കാണുവാൻ സാധിക്കും. വേഴ്സ് 12, for the word of God. അവിടെ തുടങ്ങിയിരിക്കുന്നത് for the word of God. മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്തുകൊണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെ നിഗ്ലക്ട് ചെയ്യുവാൻ സാധ്യമല്ല, എന്തുകൊണ്ട് ആ സ്വസ്ഥതയിൽ കടക്കുന്നത് ആവശ്യമാണ്, എന്തുകൊണ്ട് അവിശ്വാസം ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യമല്ല, എന്തുകൊണ്ട് അനുസരണക്കേട് ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യമല്ല, ഈ കാര്യങ്ങളെ എന്താണെന്ന് താൻ ഊന്നി പറയുവാനായിട്ടാണ് അടുത്ത വാക്യങ്ങളെ താൻ എടുക്കുന്നത്. അതുകൊണ്ട് for the word of God. എന്നിട്ട് പൗലോസ് പറയുന്നത് 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളവിടെ ചിന്തിപ്പിക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന് വായിച്ചത് അതിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, വേഴ്സ് 12, ഫസ്റ്റ് പോർഷൻ. ദൈവത്തിന്റെ വചനം ഒന്ന് പറയുന്നു, ദൈവത്തിന്റെ വചനം. വേഴ്സ് 13, 13. അവന് 2 കാര്യങ്ങളെ നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, ആദ്യത്തെ ഭാഗക്കാരെ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട് ചെയ്താണ്. ആദ്യത്തെ ഭാഗം പറയുന്നു ദൈവത്തിന്റെ വചനം. എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യേകത എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. 13-ാമത്തെ വാക്യം പറയുന്നു അവന്. അവന് എന്ന് പറയുമ്പോൾ അത് ഒരു പേഴ്സണാലിറ്റിയായി മാറ്റപ്പെടുന്നു. ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ പ്രധാനമായിട്ട് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്ന 2 വേർഡുകൾ നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിച്ച് ഇന്ന് രാത്രി നിങ്ങളായിരിക്കണം. കാരണം ഒരല്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. വാക്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന വേർഡാണ് ദൈവത്തിന്റെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകരുത്, അനുസരണക്കേട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ നിങ്ങൾ സ്വസ്ഥതയിൽ കടക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവിശ്വാസം ഉണ്ടാകരുത്? അതിന് കാരണം താഴെ പറയുന്നു. ഒന്ന്, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന് അധികാരമുണ്ട്, ശക്തിയുണ്ട്. നമ്മൾ താഴോട്ട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്ത് പറഞ്ഞു? അവന്. ആരാണ് ഈ അവൻ എന്ന് പറയുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് വേദപുസ്തകം ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമം നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് ദൈവവചനത്തില് 2 പ്രധാനപ്പെട്ട ഗ്രീക്ക് വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലോഗോസ് എന്നുള്ള വേർഡ്, LOGOS. നോട്ട് ചെയ്യുക, ലോഗോസ്. രണ്ടാമത്തെ വേർഡാണ് റീമ, RHEMA. RHEMA. 2 പ്രധാനപ്പെട്ട വേർഡുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് ലോഗോസ്, 2 റേമ. എന്താണ് ലോഗോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? ലോഗോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എ സ്പോക്കൺ വേർഡ്, സംസാരിക്കുന്ന വാക്ക്. or the word of God. അത് മാത്രമല്ല അത് പ്രസന്റ് ചെയ്യുന്നത്, അത് മീൻ ചെയ്യുന്ന വേറുണ്ട്. When ജീസസിനെ വെളിപ്പെടുത്തുന്നു, the living word, that is Jesus. ലോഗോസ് എന്നുള്ള വാക്കിന് 2 മീനിങ് ആണ്, 2 അർത്ഥമാണ് നമ്മൾ കാണുന്നത്. ഒന്ന് വേർഡ് ഓഫ് ഗാഡ്, സ്പോക്കൺ വേർഡ്. 2 the living word, that is Jesus. റീമ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് ഒരു സ്പോക്കൺ വേർഡിന് അപ്പുറമായിട്ട് ആ സ്പോക്കൺ വേർഡിൽ ദൈവത്തിന്റെ ആത്മാവ് ഇലിമിനേറ്റ് ചെയ്ത്
അത് ഒരു വിശ്വാസമായി പരിണമിക്കുന്ന വാക്കുകളാണ് റീമ എന്ന് പറയുന്നത്. റീമ എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട സംസാരിക്കുന്ന ഒരു വാക്കായിട്ടല്ല, പിന്നെയോ ആ കേൾക്കുന്ന വചനം വിശ്വാസമായി പറഞ്ഞു. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് വിശ്വാസമായി പരിണമിക്കുന്നത് എങ്ങനെയാണെന്ന് കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷെങ്കിൽ അത് പരിശുദ്ധാത്മാവ് അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അത് പ്രകാശിപ്പിച്ച് അത് നമുക്കുള്ള വിശ്വാസത്തിന്റെ വചനമായിട്ട് മാറ്റപ്പെടുവാനായിട്ട് തീരുന്നു. എന്താണ് ലോഗോസ്? ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ലോഗോസ് വായിച്ചോട്ടെ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 1. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഇവിടെ വചനം എന്നുള്ള വേർഡിനെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ലോഗോസ്. എന്താ ഇവിടെ? നിങ്ങൾക്ക് ആ വാക്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ആരായിരുന്നു? വേർഡ് ഗോഡ്. ദൈവം വചനം, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ വചനം എന്ന് പറയുന്നത് വെറും ഒരു സ്പോക്കൺ വേർഡ് അല്ല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെയോ എന്താ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു പേഴ്സണാലിറ്റിയെ ശ്രദ്ധിക്കണമേ നിങ്ങൾ ഈ ഭാഗം. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗങ്ങളാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ വചനം എന്നുള്ള വേർഡിന് കൊടുത്ത ഗ്രീക്ക് വേർഡ് ലോഗോസ് എന്നുള്ള വേർഡാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? അവിടെ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം എന്ന് പറയുന്നത് ആരായിരിക്കുന്നു? ദൈവം ആകുന്നു എന്ന് പറഞ്ഞാൽ വചനം എന്ന് പറയുന്നത് ഒരു സ്പോക്കൺ വേർഡ് അല്ല, പിന്നെ എന്തായിരിക്കുന്നത്? ഇറ്റ്സ് എ പേഴ്സണാലിറ്റി, ഒരാളത്വമായിരിക്കുന്നു. ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ വേർഡ്. ഇവിടെ ലോഗോസ് എന്ന വേർഡിനെ മീൻ ചെയ്തപ്പോൾ ഒരു സ്പോക്കൺ വേർഡ് അല്ല അവിടെ മീൻ ചെയ്തിരിക്കുന്നത്. പിന്നെയോ അതിനെ മീൻ ചെയ്തത് ദൈവത്തെ, ലിവിംഗ് വേർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ള ദൈവമാണ് അഥവാ ജീവനുള്ള വചനമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ലോഗോസ് ഒന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ദ ലിവിംഗ് വേർഡ് ജീസസ് ക്രൈസ്റ്റ്. നോട്ട് ചെയ്താട്ട് ഈ ഭാഗത്ത് ലോഗോസ് എന്നുള്ള വാക്ക് അർത്ഥമാക്കിയിരിക്കുന്നത് ദ ലിവിംഗ് വേർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ആകുന്ന ജീവൻ ഉള്ള ജീവന്റെ വചനം. രണ്ടാമത് ലോഗോസ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കട്ടെ. അന്ന് വായിച്ചാട്ട് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 11. ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലൂക്ക് 8:11. വിത്ത് ദൈവവചനം. ഇവിടെ പറയപ്പെടുന്ന ദൈവവചനം എന്ന് കൊടുത്തിരിക്കുന്ന വേർഡ് ലോഗോസ്. ഇവിടെ ലോഗോസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ലിവിംഗ് വേർഡ് ജീസസ് ആയിട്ടല്ല നമ്മളിവിടെ കാണുന്നത്. വിത്ത് എന്തായിരിക്കുന്നു? ദൈവവചനം. ഇറ്റ്സ് എ സ്പോക്കൺ വേർഡ്, സംസാരിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ ദൈവവിശ്വാസീയമായിരിക്കുന്ന വചനം. നിങ്ങൾ മനസ്സിലാക്കണം, ലോഗോസ് എന്നുള്ള വാക്ക് വെളിപ്പെടുത്തുമ്പോൾ ആ വാക്ക് ദൈവത്തിന്റെ വചനത്തിനാണ് ആ വേർഡ് വെളിപ്പെടുത്തുന്നത്. ആ വാക്ക് എവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് ലിവിംഗ് വേർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗം അത് ദൈവശ്വാസീയമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. വായിച്ചോട്ടെ. 2 തിമോത്തി chapter 3 verse 16. 2 തിമോത്തിയോസ് 3:16. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോഗോസ് എന്നുള്ള വേർഡാണ്. എന്താ അവിടെ പറയുന്നത്? എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ് അഥവാ ദൈവത്തിന്റെ വായിൽ നിന്ന് കടന്നു വന്നു. ദൈവത്താൽ പ്രേരിതമായതാണ് അഥവാ ദൈവമാണോ ആ വാക്കുകൾ സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ അത് ആ വേർഡ് കടന്നു വന്ന് തന്നെ പരിശുദ്ധാത്മ പ്രേരണയിൽ കൂടിയാണ് ആ വാക്ക് കടന്നു വന്നത്. ആ വാക്കെന്ന് പറയുന്നത് സ്പോക്കൺ വേർഡ്. എന്നാൽ ഇവിടെ പറയുന്നു വിത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു? ദൈവവചനം. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ദൈവവചനം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിനെ അല്ല നമ്മളിവിടെ കാണുന്നത്. പിന്നെ എന്തായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്? ദൈവത്തിന്റെ, നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറയുന്ന ഭാഗം ഒന്ന് നമ്മൾ ചിന്തിച്ചത് ലോഗോസ് എന്നുള്ളത്. ഫസ്റ്റ് പാർട്ട് യോഹന്നാൻ 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് വചനം എന്ന് പറയുന്നത് ആരാകുന്നു?
ദൈവം, ലിവിംഗ് വേർഡ്. രണ്ടാമത് നമ്മൾ കണ്ടത് ഈ ലോഗോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പോക്കൺ വേർഡ്, ദൈവം സംസാരിച്ച ദൈവത്തിന്റെ വചനം. 1, 2, 3 വാക്യങ്ങളൂടെ വായിച്ചോട്ടെ. ഫിലിപ്പീൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15. ഫിലിപ്പിയർ 2:15 വാക്യം നോട്ട് ചെയ്താട്ടെ. 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 15. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 12. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇത് ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങളിത് പഠിക്കണം. എന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ വാക്കുകൾ ഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫിലിപ്പീൻസ് 2:15, 2 തിമോത്തിയോസ് 2:15, ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 12, 1 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 23, 1 പത്രോസ് 1:23. ഏതെങ്കിലും വാക്യങ്ങൾ വായിച്ചോട്ടെ. ശ്രീ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവരുടെ ഇടയിൽ, ഫിലിപ്പി സഭയോട് പറയുന്ന അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച്. ഇവിടെ കൊടുത്തിരിക്കുന്ന വചനം എന്ന് കൊടുത്തിരിക്കുന്ന വേർഡ് ലോഗോസ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? സ്പോക്കൺ വേർഡ്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ലോഗോസ് എന്നുള്ള ഭാഗം ഒന്നുകിൽ ദൈവത്തിന്റെ വചനമോ അല്ലെങ്കിൽ ലിവിംഗ് വേർഡ് ജീസസിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ വിഷയം റീമയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. റീമ എന്ന് പറയുന്ന വേർഡ്, അതിന്റെ ലിറ്ററലി അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ഈ വചനമാണ്. പക്ഷെങ്കിൽ ഈ വചനം എന്റെ ഉള്ളിൽ അത് വിശ്വാസമായി പരിഗണിക്കുന്നു. അപ്പോഴാണ് അത് റീമയായിട്ട് മാറ്റപ്പെടുന്നത്. ഇപ്പോൾ സ്പോക്കൺ വേർഡ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ജീവന്റെ വചനം പ്രമാണിച്ച്. അപ്പൊ ജീവന്റെ വചനം എന്ന് പറയുന്നത് ലോഗോസാണ്. പക്ഷെ അത് പ്രമാണിക്കുമ്പോൾ ആ ലോഗോസ് ഏതായിട്ട് മാറ്റപ്പെടും? റീമയായിട്ട് മാറ്റം. ശ്രദ്ധിച്ചു നിങ്ങളായിരിക്കണം. ജീവന്റെ വചനം പ്രമാണിച്ച്. അപ്പോൾ ജീവന്റെ വചനം എന്ന് പറയുന്നത് ലോഗോസ് ആണ്, ഒരു സ്പോക്കൺ വേർഡ് ആണ്. പക്ഷെ അത് പ്രമാണിക്കുമ്പോൾ എന്തായി മാറ്റപ്പെടുകയാണ്? അത് റീമയായിട്ട് മാറ്റപ്പെടുക. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വായിച്ചോട്ടെ. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 17. റോമൻസ് 10:17. ഇവിടെ പറയപ്പെടുന്ന വിശ്വാസത്തെ കുറിച്ച് പറയുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ഏത്? ദൈവത്തിന്റെ വചനം. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് റീമ എന്നുള്ള വേർഡാണ്. ദൈവവചനം. എന്തായിട്ട് അത് മാറ്റപ്പെടുന്നു? അത് വെറും സ്പോക്കൺ വേർഡ് അല്ല. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം കേട്ടത് എന്തായിട്ട് മാറ്റപ്പെട്ടു? ഫെയ്ത്ത് ആയിട്ട് മാറ്റപ്പെട്ടു. 1, 2, 3 തെളിവ് ഞാൻ കേട്ടോട്ടെ. ഒന്നാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. the first version is Luke chapter 5 verse 5. ഇവിടെ പത്രോസിനെ കുറിച്ച് നമ്മൾ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കുവാനായിട്ട് പത്രോസിനോട് പറഞ്ഞു, ശിമോനെ നിന്റെ പടവരട്ട് മാറ്റിത്തരാൻ പറഞ്ഞു. യേശു ഇരുന്ന് പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ ഒരു കാര്യം ചെയ്യോ, ആഴത്തിലേക്ക് വലയിടുക, മീൻ പിടിക്കുക. പത്രോസ് തിരിച്ച് യേശുവിനോട് പറഞ്ഞൊരു വേർഡ്. പത്രോസ് എന്നോട് യേശു പറഞ്ഞ വേർഡ് എന്ത് വേർഡായിരുന്നു? ലോഗോസ്. എന്നാൽ പത്രോസ് ഇപ്പോൾ തിരിച്ച് യേശുവിനോട് പറയുകയാണ്, ഗുരു, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എങ്കിലും ഒന്നും ഞങ്ങൾ കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയേർക്കാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ച വചനം എന്ന് പറയുന്നത് ലോഗോസ് ആയിരുന്നു. പക്ഷേ പത്രോസിന്റെ ജീവിതത്തിൽ അതെന്തായിട്ട് മാറ്റപ്പെട്ടു? റീമയായിട്ട് മാറ്റപ്പെട്ടു. ശ്രദ്ധിക്കണം, നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയങ്ങള്. കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചത് ലോഗോസ്, ദൈവത്തിന്റെ വചനം, ദൈവശ്വാസിയുമായിട്ട് പരിശുദ്ധാത്മ പ്രേരിതമായിട്ട് യേശു സംസാരിച്ചു. പക്ഷെങ്കിൽ പത്രോസിന്റെ ജീവിതത്തിൽ അത് ലോഗോസ് ആയിട്ടല്ല ഇരിക്കേണ്ടത്, പിന്നെ ഏതായിട്ടാണ് ഇരുന്നത്? റീമയായിട്ട് മാറ്റപ്പെട്ടു. വായിച്ചോട്ടെ ഒരു വാക്യം കൂടെ. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 38. അതിന് മറിയ ഇവിടെ സംഭവിച്ചത്, ദൈവത്തിൽ ദൂരൻ കടന്നു വന്നിട്ട് മറിയോട് സംസാരിക്കുന്ന ഒരു വേർഡാണ് അത്യന്ത ശക്തി നേടുന്നതും പരിശുദ്ധാത്മാവിന്റെ ഈ വാക്കുകളെല്ലാം പറഞ്ഞു. ഈ വാക്കുകൾ പറയുന്നത്, ആ വേർഡ് എന്ന് പറയുന്നത് എന്താ? വാസ്തവത്തിൽ ഇത് ദൈവത്താൽ പ്രേരിതമായിട്ട് ദൈവം മറിയയ്ക്ക് കൊടുത്ത വേർഡ്. അത് ദൈവത്തിന്റെ സ്പോക്കൺ വേർഡ്. അതെന്തായിരുന്നു? ലോഗോസ്. എന്നാൽ മറിയ ഇപ്പോൾ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ മറിയയുടെ ഉള്ളിൽ ആ ലോഗോസ് കിട്ടിയപ്പോൾ മറിയയ്ക്ക് അതെന്തായിട്ട് മാറ്റപ്പെട്ടു? റേമയായിട്ട് മാറ്റപ്പെട്ടു. ഇതിന്റെ തെളിവിലൂടെ പെട്ടെന്ന് വായിച്ചത്. ലൂക്ക് ചാപ്റ്റർ 2 verse 29. ലൂക്ക് 3:2 നോട്ട് ചെയ്താട്ട്. ലൂക്ക് 3:2
Matthew 26:75, Acts 11:16, Acts 11:16. യെസ്, വായിച്ചാട്ടെ. മത്തായി 26:75 വായിച്ചാട്ടെ. നിങ്ങൾക്കറിയാം സംഭവം, നിങ്ങൾക്കറിയാം. കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസ് യേശുവോട് പറഞ്ഞു, ഞാൻ എല്ലാവരും നിന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. പത്രോസിനോട് യേശു പറഞ്ഞു, ഇന്ന് രാത്രി കോഴി വീണ് കഴിയുമ്പോ നീ 3 വട്ടം എന്നെ തള്ളി പറയും. ഈ വാക്ക് പറഞ്ഞു, അത് അവസാനിച്ചു, ഫിനിഷ്. പക്ഷെങ്കിൽ അന്ന് രാത്രി പത്രോസ് 3ാമത്തെ പ്രാവശ്യം തള്ളിപ്പറയുന്നതിന് മുമ്പ്, തള്ളിപ്പറയുന്നതോടുകൂടെ കോഴി കൂടിയപ്പോൾ പത്രോസ് ഓർത്തു, കർത്താവ് പറഞ്ഞ വചനത്തെ ഓർത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? താനോ എന്തുണ്ടായി? തനിക്ക് ദുഃഖമുണ്ടായി. അപ്പോൾ ഒരു റിപ്പന്റൻസിലേക്ക് ആ വേർഡ് നടത്തി. ആ വേർഡ് റിപ്പന്റൻസിലേക്ക് നടത്തുവാൻ കാരണം കർത്താവ് സംസാരിച്ചപ്പോൾ അത് ലോഗോസ് ആയിരുന്നു. പക്ഷെ പത്രോസിന്റെ ജീവിതത്തില് ആ പർട്ടിക്കുലർ സമയത്തിൽ കടന്നു വന്നപ്പോൾ, ഈ കോഴി പോകുന്ന സമയം കടന്നു വന്നപ്പോൾ, പത്രോസിന് ആ സ്പോക്കൺ ലോഗോസ് എന്തായിട്ട് മാറ്റപ്പെട്ടു? റാമയായിട്ട് മാറ്റപ്പെട്ടു. ഒരു വാക്യം കൂടെ, അപ്പോസ്തലപ്രവൃത്തി 11-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ഈ ഭാഗം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഞാൻ പത്രോസ് പറയുന്ന ഒരു പ്രസംഗത്തിന്റെ വാചകമാണ്. തിരിച്ച് യെരൂശലേമിലേക്ക് കടന്നു വന്നിട്ട് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളെ കുറിച്ച് പത്രോസ് വന്ന് പ്രസംഗിക്കുക യഹൂദന്മാരോട്. ആ സമയത്ത് പത്രോസ് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നു. ഒന്നുകൂടെ വായിച്ച താഴോട്ട്. അപ്പോൾ ഞാൻ ഇവിടെ സംഭവിച്ചത്, കർത്താവായ യേശുക്രിസ്തു പണ്ട്, യോഹന്നാൻ സ്നാപകൻ പണ്ട് പറഞ്ഞൊരു വാക്ക് ആരോർക്കുക. പത്രോസ് എപ്പോഴാ ഓർത്തത്? ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവർ ഒരുമിച്ച് കൂടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനവും ആത്മാവിൽ നിറയപ്പെട്ട, ശ്രദ്ധിച്ചതായിരിക്കണം, ആത്മാവിൽ നിറയപ്പെട്ടപ്പോൾ എല്ലാവരും അന്യഭാഷ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാഴ്ച പത്രോസ് കണ്ടപ്പോൾ പെട്ടെന്ന് താൻ ഓർത്തത് അന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണ്. അന്ന് എന്താ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്? എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാഴഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്ക് ആ സമയം പത്രോസിന് ഓർമ്മ വന്നപ്പോൾ അത് പത്രോസിന് ആ വേർഡ് ആ സമയത്ത് എന്തായിട്ട് മാറ്റപ്പെട്ടു? ഒരു പ്രവർത്തിക്കുന്ന വചനമായിട്ട് മാറ്റപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്പോക്കൺ വേർഡാണ്, സംസാരിച്ച വചനമാണ്. പക്ഷേ ആ സംസാരിച്ച് കേൾക്കുന്ന വചനം, ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടിരുന്നത്. നമ്മൾ കേൾക്കുന്ന വചനം, അവരെ പോലെ നാമം എന്ത് കേട്ടവരാ? ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. എന്നാൽ കേട്ടവരും വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നു. അപ്പോൾ അവർക്ക് ഉപകാരമായി വരാഞ്ഞതിന്റെ കാരണം ആ കേട്ട വചനം എന്ന് പറയുന്നത് ലോഗോസ് ആണ്. എന്നാൽ ആ വചനം അവർ കേട്ടിട്ടും അത് ലോഗോസ് ആയിട്ട് തന്നെ ഇരിക്കുന്നു എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. മനസ്സിലായി? അപ്പോൾ കേൾക്കുന്ന വചനം എന്ന് പറയുന്നത് അത് റൂമിയായിട്ട് മാറ്റപ്പെടാത്തിടത്തോളം കാലം എത്രത്തോളം വചനം നമ്മൾ കേൾക്കുന്നത് ആ വചനം ഒന്നും നമുക്ക് ഉപകാരപ്രദമായി വരത്തില്ല. എപ്പോൾ അത് റൂമിയായിട്ട് മാറ്റപ്പെടുമോ ആ സമയത്താണ് അതിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് തന്നെ നോക്കുമ്പോൾ എങ്ങനെ ഈ ലോഗോസ് റൂമിയായി മാറ്റപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ വളരെ ഭാരത്തോടും വേദനയോടും കൂടെ ദൈവസഭയിൽ ഇരുന്നിട്ടുള്ള കാലങ്ങൾ മുന്നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ സഹായിപ്പാൻ ആരുമില്ല, രക്ഷിപ്പാൻ ആരുമില്ല. വളരെ ഭാരത്തോടുകൂടെ ദൈവസഭയിൽ ഇരുന്ന് എന്റെ ദൈവമേ നീ അല്ലാതെ എന്നെ രക്ഷിപ്പാൻ മറ്റാരുമില്ലെന്ന് പറഞ്ഞിട്ടുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങൾ സമയം ചെലവഴിച്ചപ്പോൾ ആ വചനം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ ചില വേർഡ്സ് നമ്മുടെ ഉള്ളില് ഒന്ന് പ്രകാശിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അന്നേരമേ നമുക്കറിയാം ഇത് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം. നമ്മൾ പറയുന്നൊരു വേർഡാണിത്. ഇത് ദൈവം എനിക്ക് തന്ന
വാഗ്ദത്തമാണ്. എന്താ ഇത് വാഗ്ദത്തമാകാനുള്ള കാരണം? നമ്മൾ വായിച്ചുവിട്ട അനേക വാക്യങ്ങളുണ്ട്, എന്നാൽ ആ വാക്യങ്ങൾ എന്നും നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തമായി തീർന്നില്ല. എന്നാൽ ഈ പർട്ടിക്കുലർ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തമായി മാറ്റപ്പെടാനുള്ള കാരണം, നമ്മൾ ആ ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സാഹചര്യങ്ങളുമായുള്ള ബന്ധത്തിൽ, എന്റെ സന്ദർഭങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവത്തിന്റെ വചനവുമായിട്ട് ഞാൻ സമയം ചെലവഴിച്ചപ്പോൾ എന്റെ ജീവിതത്തോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ഒരു ഭാഗം കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആ വചനത്തെ ഒന്ന് എക്സ്പ്ലോസ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മാവ് ആ വചനത്തെ ഒന്ന് ഇലിമിനേറ്റ് ചെയ്തു. ആ പരിശുദ്ധാത്മാവ് ആ വചനത്തെ ഒന്ന് ഇലിമിനേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തമാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ആ വാഗ്ദത്തം നമുക്ക് കിട്ടിയപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു. പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അബ്രഹാമിന് 99 വയസ്സിൽ വെളിപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, അബ്രഹാമേ, നീ പ്രായം ചെയ്ത് നീ മരിക്കുവാനായിട്ട് കിടക്കും, എന്നാൽ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ദൈവം കൽപ്പിച്ച വചനം, ഇറ്റ്സ് എ സ്പോക്കൺ വേർഡ്. ദൈവം ഒരു വചനം കൊടുത്തു, പ്രേരിതമായിട്ട് ആത്മാവിൽ പ്രേരിതമായിരിക്കുന്ന വചനമാണ് ഈ അബ്രഹാമിന് കൊടുത്തത്. എന്നാൽ തുടങ്ങുന്ന സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അബ്രഹാമിന് അത് വെറും ഒരു വചനമായിരുന്നില്ല. പിന്നെയോ അബ്രഹാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്താ അതിന് കാരണമായി തീർന്നത്? ദൈവം തന്നോട് സംസാരിച്ചത് തന്റെ വ്യക്തിപരമായ ജീവിതത്തില് താൻ അത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഒരു ദൈവത്തിന്റെ ദാസനായിക്കൊള്ളട്ടെ, ഒരു ദൈവ പൈതലായിക്കൊള്ളട്ടെ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലും ക്രിയേറ്റീവായിട്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാം പിന്നിൽ ഒരു കാര്യമുണ്ട്. ആ വേർഡ് റീമയായിട്ട് മാറ്റപ്പെട്ടതാ, ലോഗോസ് റീമയായിട്ട് മാറ്റപ്പെട്ടതാ. ഒരു പക്ഷേ ആരാധന മറ്റുള്ള ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇങ്ങോട്ട് ദൈവദാസന്മാർ കൂടെ സംസാരിക്കുമ്പോഴോ ജനങ്ങളിൽ കൂടെ സംസാരിക്കുമ്പോഴോ ജനത്തിന് അത് കൂടുതലാകുവാൻ കാരണം അവർക്ക് ലഭിക്കുന്ന വചനം എന്ന് പറയുന്ന ലോഗോസ് ആണ്. പക്ഷെങ്കിൽ അത് ആ ലോഗോസ് ഏറ്റെടുക്കുന്നത് ഭൂമിയായിട്ട് ഏറ്റെടുക്കുമ്പോൾ അത് അതിന്റെ ശക്തി വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായി തീരുന്നു. കാരണം ദൈവത്തിന്റെ ഹാലേലൂയ പറഞ്ഞാട്ടോ. അപ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാൻ തന്ന വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനത്തിന്റെ ആധികാരികതയെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ സാധിക്കും. ഇവിടെ ഞാൻ കടന്നു വരട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനം. അവിടെ പറയപ്പെടുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയപ്പെടുന്നത് റീമയെ കുറിച്ചാണ്. അത് വെറും ഒരു സ്പോക്കൺ വേർഡ് അല്ല, പിന്നെ ഇറ്റ്സ് റീമ. അത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു വചനം, വെറുതെ കിടക്കുന്ന ഒരു വചനമല്ല, അത് പ്രവർത്തിക്കുന്ന ഒരു വചനമാണ്. നെക്സ്റ്റ് 13-ാമത്തെ വേർഡ് അവന് എന്ന് പറയുമ്പോൾ ആ വേർഡ് കൊടുത്തിരിക്കുന്നത് ലോഗോസ്, ലിവിംഗ് വേർഡ് ജീസസ്. രണ്ട് വാക്യങ്ങൾ നിങ്ങൾ മനസ്സിലായോ? ഇപ്പം ആദ്യം പറയപ്പെടുന്ന വാക്കെന്ന് പറയുന്നത് റീമയെ കുറിച്ച് പറയുന്നു. അത് ലിമിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നതായിരിക്കുന്ന വചനമായി മാറ്റപ്പെടുന്നു. രണ്ടാമത് പറയുന്നത് അത് വെറും വചനത്തെ കുറിച്ചല്ല, പിന്നെയോ അത് ലോഗോസ്, ലിവിംഗ് വേർഡ്, അത് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വിഷയത്തിൽ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ സംശയിക്കരുത്, നിങ്ങൾ അവിശ്വാസികളാകരുത്, നിങ്ങൾ അനുസരണക്കേട് നിങ്ങൾക്ക് ഉണ്ടാകരുത്, നിങ്ങൾ വിശ്വാസികളായിരിക്കണം എന്ന് പറയുവാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ വചനം അത് മനസ്സിലാക്കുന്നു. 2, കർത്താവായ യേശുവും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് കാര്യമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുൻപിൽ മറച്ചു വെക്കുവാൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കർത്താവിന്റെ അടുക്കൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്ക് എന്തുണ്ടാകരുത്? അവിശ്വാസമല്ല ഉണ്ടാകരുത്, പിന്നെ ഏതുണ്ടാകണം?
വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഇരുവാറ്റുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറതായതുകൊണ്ട് ഇത് നിങ്ങളുടെ സന്ധികളെയും മച്ചുകളെയും വേർതിരിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാകരുത്. നിങ്ങൾ ശരിയായിട്ട് ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത്, ശരിയായിട്ട് അനലൈസ് ചെയ്ത്, ഇഞ്ചായിട്ട് ഒന്ന് ഓരോ അണുക്കള് വരെ ഒന്ന് വിഭജിച്ച് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളുടെ മുൻപിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം നിങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ. ഇവിടെ നമ്മൾ കണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്പോക്കൺ വേർഡ്, രണ്ട് റീമായിട്ട് അത് മാറ്റപ്പെടുന്നു. ആ സ്പോക്കൺ വേർഡ് എന്ന് പറയുമ്പോൾ അത് വെറും വാക്കുകളല്ല. പിന്നെ അത് ആരെ ചൂണ്ടിക്കാണിക്കുന്നു? യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ വചനം. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ അനലൈസ് ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. കർത്താവ് യേശു നമ്മെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. ഈ ഇതിനോടാണ് നമുക്ക് കാര്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ആരും അനുസരണക്കേണ്ട ദൃഷ്ടാന്തത്തിൽ ഉത്തരം വീഴാതിരിക്കേണ്ടതിനോ ആ സ്വസ്ഥയിൽ പ്രവേശിക്കാനായിട്ട് നാം ഉത്സാഹിക്കുക. അപ്പോൾ ഉത്സാഹിക്കേണ്ട ആവശ്യം അവിടെ കാണുകയാണ്. ഒന്ന് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ വചനം. ഒന്ന് നോക്കിയതാണ് ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനം. ഇന്ന് നമ്മൾ ചിന്തിപ്പിക്കുവാൻ പോകുന്ന ആ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരു സ്പോക്കൺ വേർഡിനെ കുറിച്ചല്ല, പിന്നെയോ അത് റിങ്ങായിട്ട് മാറ്റപ്പെടണം. അതിന്റെ 4 ക്വാളിറ്റീസ് ആണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. 4 ക്വാളിറ്റീസ്. വീണ്ടും 12ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാൽ 4 പ്രാധാന്യതകളാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഏതുമായിട്ടുള്ള ബന്ധത്തില ഇത് വെളിപ്പെടുത്തുന്നത്. നമ്മളായിരിക്കുന്നത് പോലെ തന്നെ നമ്മെ ഒന്ന് വെളിപ്പെടുത്തുന്ന വിഷയമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ഇവിടെ മറച്ചു വെക്കുവാനായിട്ട് ഒന്നുമില്ല, എല്ലാം നഗ്നമായിട്ട് കിടക്കുന്നു. ആ വെളിച്ചത്തിൽ പറയുകയാണ് ദൈവത്തിന്റെ 4 പ്രാധാന്യം. ഒന്ന്, ദൈവത്തിന്റെ വചനം ക്വിക്കൻ, ലിവിങ്, ജീവിപ്പിക്കുന്നത്. നോട്ട് ചെയ്ത ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. 2, ചൈതന്യമുള്ളത്, പവർഫുൾ, ശക്തിയുള്ളത്. 3, ഷാർപ്പ്, മൂർച്ചയുള്ളത്. മൂർച്ചയുള്ളതെന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് താഴെ ABCD നിങ്ങൾ നോട്ട് ചെയ്യുക. അതിലൊന്ന് പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുന്നത്. ഇറ്റ്സ് ഡിവൈഡ് സോൾ ആൻഡ് സ്പിരിറ്റ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് രാത്രി കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിലത് ഒന്ന് വെളിപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നു. അനുകൂല സാഹചര്യങ്ങൾ നിന്നാണ് വാഗ്ദത്തം കൊടുക്കുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും ആ വാഗ്ദത്തം വിശ്വസിക്കാമായിരുന്നു. എന്നാൽ ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ്. അസാധ്യമായി നിൽക്കുന്ന സ്ഥാനത്താണ് വാഗ്ദത്തം കൊടുക്കുന്നത്. അസാധ്യമായിരിക്കുന്ന സമയത്ത് വാഗ്ദത്തം ലഭിച്ചുവെങ്കിൽ ഒരു ദൈവം ഏറ്റെടുക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇരുട്ടത്ത് തിളങ്ങുന്ന വിളക്ക് നീങ്ങുന്ന ഒരു വെളിച്ചം പോലെ ആ വാഗ്ദത്തത്തെ ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം അവിടെ കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ദൈവത്തിന് വചനമാണ്. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ അതിനെ കണ്ണിക്കൊണ്ടാൽ നന്ന് എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. എന്തിനെ? വാഗ്ദത്തത്തെ. എന്തുകൊണ്ട്? അതിനകത്ത് ജീവനുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ട ഒരു വാഗ്ദത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാത്തിനും നിങ്ങൾ മറക്കുക. നിങ്ങളുടെ പരിതസ്ഥിതികളെ നിങ്ങൾ മറക്കുക, ചുറ്റുപാടുകളെ നിങ്ങൾ മറക്കുക. വിശ്വാസം കണ്ടുകൊണ്ട് വാഗ്ദത്തം തന്നെ നിങ്ങൾ കാണുക, അക്ഷരീയമായിട്ട് നടക്കും. പല ദൈവദാസന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ആ വേദയും പറഞ്ഞുകൊണ്ട് വിട്ടുകളയട്ടെ. നിങ്ങൾക്ക് വേണ്ട വാക്യത്വം അനുഗ്രഹം നിങ്ങളുടെ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. കണ്ണിനടച്ച് അന്ന് ഏറ്റെടുത്തോളാൻ പറയുന്ന ആ സ്റ്റെപ്പിനോട് ഒരിക്കലും യോജിപ്പില്ല. കാരണം ദൈവത്തിന്റെ നല്ല ആത്മാവ് വാക്യത്വം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ നീ എത്ര കണ്ട് മറച്ച് വിശ്വസിച്ചാലും അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാകത്തില്ല.
ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ആ ദൈവത്തിന്റെ വചനം ജീവൻ ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കണം. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, നല്ല കാര്യമാണ്. അതുകൊണ്ടല്ല ഇസ്ഹാക്കിനോട് ചോദിച്ചാൽ ഇസ്ഹാക്ക് പറയും, അതുകൊണ്ടല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. അതിന് അനുഗ്രഹിക്കപ്പെട്ടതിനുള്ള സത്യമാണോ? പക്ഷേ അതുകൊണ്ടല്ല പൂർണ്ണമായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം ഒരു സമയത്ത് പറഞ്ഞു, കുഞ്ഞേ, ഞാനിത് അപ്പനായിരിക്കുന്ന അബ്രഹാമിന്റെ ദൈവമാകുന്നു, നിന്റെ ഉള്ളം കാഴ്ചപ്പെടുന്ന സ്ഥലമൊക്കെ ഞാൻ നിനക്ക് അവകാശമായി തരും. അബ്രഹാം ഇസ്ഹാക്കിനോട് ചോദിച്ചാൽ ഇസ്ഹാക്ക് പറയും, എന്റെ അപ്പനോട് ദൈവം പറഞ്ഞു, അതേ വാക്ക് ദൈവം എന്നോടും പറഞ്ഞു. അപ്പന്റെ വാക്കുകളല്ല ഇസ്ഹാക്ക് നടന്നത്, യാക്കോബ് നടന്നത് അപ്പന്റെ വാക്കുകളല്ല. അപ്പന് വാക്ക് കൊടുത്തുള്ള സത്യം, അപ്പന്മാരുടെ അനുഗ്രഹം, അപ്പന്മാർ ദൈവത്തെ സേവിക്കുന്ന അനുഗ്രഹം മക്കൾക്ക് ഉണ്ടാകുന്നുള്ളത് സത്യമാ. അതിനൊരു ഭാഗം അനുഗ്രഹം ഉണ്ടാകുമെന്നാൽ ആ മക്കൾ പൂർണ്ണമായിട്ട് അനുഭവിക്കപ്പെടണമെങ്കിൽ ദൈവം അവർക്ക് കൊടുത്ത വാക്തത്വം മക്കളെ നിറപ്പെടുത്തണം. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം അവിടെയായിരുന്നു. അപ്പന്മാർക്ക് കൊടുത്ത വാക്തത്വം മക്കൾക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് പോലും അറിയത്തില്ല, അവരുടെ മക്കൾ അവർക്ക് അറിയില്ലാത്തൊരു ദൈവത്തിന്റെ പിന്നാലെ, ദേവന്മാരുടെ പിന്നാലെ കടന്നു പോകാൻ കാരണമായി തോന്നി. എന്താ അതൊരു കാരണമായി തോന്നിയത്? അപ്പന്മാർക്ക് ലഭിച്ച വാക്തത്വമാണ് കൊച്ചുമക്കളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ ദൈവമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഞാൻ രാത്രി ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാക്തത്വം എന്റെ ഉള്ളിൽ എന്നിൽ ഇടുങ്ങിയിട്ട് ചെയ്യപ്പെടുമ്പോഴാണോ അതിന് ജീവൻ ഉണ്ടാകുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടതെന്നറിയാമോ? എന്റെ വ്യക്തിഗതമായ ജീവിതത്തിൽ ഞാനിപ്പം ഇനി എന്നോട് പറയാം, നിങ്ങൾക്കൊരു വിഷയമുണ്ടെങ്കിൽ ദൈവസഭയെ വാട് പണ്ടെന്ന് വിളിക്കുക. ദൈവസഭയെ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം നീ അല്ലാതെ വിളിക്കാൻ ആരുമില്ല, എന്നോട് ഇടപെടണമെന്നോ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ കണ്ണു നിറച്ച് നീട്ടുക. ചുറ്റുപാടുകളെ മറ്റുള്ളവർ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുമ്പോഴും ആ പ്രതികൂലത്തിന്റെ വാക്കുകളല്ല നിങ്ങൾ കേൾക്കുവാൻ പോകേണ്ടത്. ഇരിക്കേണ്ടാത്ത ഇരിക്കരുത്, കേൾക്കേണ്ടാത്ത കേൾക്കരുത്. നിങ്ങൾക്ക് വിശ്വാസം വിരുദ്ധമായി നിൽക്കുന്ന വാക്കുകൾ തരുന്ന ആര് ഈവൻ ദൈവദാസന്മാരായി എന്നാലും അവരുടെ മുമ്പിൽ പൊയ്യിക്കാതെ ദൈവം തന്ന വാക്തത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ വചനത്തിന്റെ ഒന്നാമത്തെ പ്രാധാന്യത അത് ഭൂമിയാണ്. എന്താണ് അതിന്റെ പ്രാധാന്യത? അതിനകത്ത് ജീവൻ അടക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനത്തിൽ ജീവൻ അടക്കപ്പെട്ടു. നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ വചനത്തിൽ ജീവൻ അടക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ദൈവത്തിന്റെ വചനത്തിൽ രണ്ടാമത്തെ പ്രത്യേകത? ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. രണ്ട്, ദൈവത്തിന്റെ വചനത്തിന് ചൈതന്യമുണ്ട്, പവർഫുള്ളാണ്. എന്താണ് ഈ പവർഫുൾ? വായിച്ചോട്ടെ. എന്തായാലും മൂന്നാമത്തെ വാക്യം, ശക്തിയുള്ള വചനം, ശക്തിയുള്ള വചനം, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താണ്. വചനത്തിന് ശക്തിയുണ്ട്. വചനം പവർഫുള്ളാണ്. വചനത്തിന്റെ ശക്തി, ആ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. വായിച്ചൊരു വാക്യം, 23-ാം അധ്യായം 29-ാമത്തെ വാക്യം. Jeremiah chapter 23 verse 29. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദാസപ്രകാരം പറയുന്നു, എന്റെ വചനം തീ പോലെയും പാറയെ താഴ്ക്കുന്ന ചുറ്റി പോലെയും അല്ലയോ എന്ന വെള്ളപ്പാട്. അത് മനസ്സിലാക്കുന്ന 28-ാമത്തെ വാക്കിന്റെ വായിച്ചാണ്. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. നിങ്ങൾ അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കുവാൻ സാധിക്കും. കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഭാഗമാണ് എന്റെ ഈ സ്വപ്നം ലഭിച്ചിരിക്കുന്ന സ്വപ്നം പറയട്ടെ. എന്റെ വാക്ക് ലഭിച്ചിരിക്കുന്നവൻ എന്ത് ചെയ്യണം? വിശ്വസ്തയോടുകൂടെ അതിന്റെ റിയലായിട്ട് പ്രസ്താവിക്കട്ടെ. എന്നിട്ട് പറയുക, വൈക്കോലും വേദവും തമ്മിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം വൈക്കോലും വേദവും തമ്മിൽ. ഇതൊരിക്കലും ചേരുവാൻ സാധ്യമല്ല. ഇതൊരിക്കലും ഒരുമിച്ച് പോകുവാൻ സാധ്യമല്ല. ഇതൊരിക്കലും അതിന്റെ മറ്റുള്ളവർ മാറ്റാകുന്നില്ല. ഗോതമ്പിന്റെ വിലയുണ്ട്, വൈക്കോലിന്റെ വിലയുണ്ട്. ഒരു പർട്ടിക്കുലർ സമയം വരെ ഇത് നല്ലതാണ്, ആ വിത്ത് വളർന്ന് അതിന്റെ ഫലം കൊടുക്കുവാൻ. അവസാനം അതുകൊണ്ട് മറ്റൊരു മാറ്റോട്ട് കളയുകയോ തീക്കിടുവാനായിട്ട് ഉണ്ടാകുന്നു. എന്നാൽ എന്റെ വചനം പോലെ അത് വൈക്കോൽ പോലെയല്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എന്താ വചനത്തെ പ്രത്യേകത? അത് തീവ്രത ധരിക്കുന്നു. അത് പാറയിൽ തുറക്കുന്ന ചുറ്റിയ പോലെ നിങ്ങൾ മനസ്സിലാക്കണം. വിപ്ലവകരമായിരിക്കുന്ന മാറ്റങ്ങൾ ക്രിസ്തീയ ഗോളത്തിൽ കടന്നു വരുവാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്.
കാലാകാലം അനേക ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചത് അവർ വേദപുസ്തകം മുഴുവൻ കാണാപ്പാടെ പഠിച്ചത് കൊണ്ടല്ല. ദൈവം അവരുടെ ഉള്ളത്തിൽ ഉള്ളിലേക്ക് ഒരൊറ്റ വാക്കാണ് അവരുടെ ജീവിതത്തിൽ നന്നായി മാറുന്ന പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. ഞാൻ ആക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ സകല പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ ആയിരുന്ന സാഹചര്യത്തിൽ ഞാൻ കേട്ട ഒരു വചനമാണ് എന്റെ ജീവിതത്തെ പാടെ മാറ്റി നിറച്ചത്. ഇപ്പോൾ ഞാൻ ആക്കുന്നുണ്ട് ഞാൻ റേഡിയോ വോയിസാണോ കേട്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ എന്റെ ഹൃദയത്തിൽ ആരും ഒരു മനുഷ്യൻ സംസാരിച്ചല്ല. എന്നാൽ എന്റെ ഹൃദയത്തിൽ ആ വാക്ക് ഞാൻ ഇന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആ വാക്കിതായിരുന്നു മകനെ സൗഖ്യമാകുവാൻ എനിക്ക് മനസ്സുണ്ട്. ഈ ഒരൊറ്റ വേടാണ് എന്റെ ജീവിതത്തെ പാടെ മാറ്റി നിറച്ചത്. അന്ന് വരെ ഉണ്ടായിരുന്ന സകല കൺസെപ്റ്റുകളും മാറ്റപ്പെട്ടു. അന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്ന എന്റെ ആഗ്രഹങ്ങൾ പരിമിതമായി മാറ്റപ്പെട്ടു. അന്ന് വരെ എന്തെല്ലാം എനിക്ക് നന്മയെന്ന് കരുതിയോ അതെല്ലാം എനിക്ക് ഇല്ലായ്മയായിത്തീർന്നു. ഒരൊറ്റ വേട്. 10 വട്ടം നമ്മൾ വായിച്ചിട്ടുണ്ട്. 10 വട്ടം വായിച്ചിട്ട് അതിനകത്ത് വലിയ വിലയൊന്നും ഒരുപക്ഷെ കണ്ടു കാണത്തില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ആ ഒരൊറ്റ വേടാണ് എന്നെ മാറ്റി മറിച്ചത്. ഞാൻ പറഞ്ഞത് കാരണമെന്നറിയാം. ദൈവത്തിന്റെ വചനത്തിലോ എന്തുണ്ട്? ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് വെറും മാനുഷിക വചനമല്ല. കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചു സാക്ഷാൽ ആകുന്നത് ദൈവപരമായിട്ട് അവരതിനെ കൈക്കൊണ്ടു. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഏൽപ്പിച്ചു സംഭവിച്ചത് ദൈവത്തിന്റെ പകരം ശക്തിയുള്ളതായി മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി ഓർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പകരം ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ ദാസനിപ്രാർ ഹോശയ പ്രവൃത്തിയിൽ ആമോസിന് ക്രിസ്തുവിപ്രാർ പറയുന്നുണ്ട്, യഹോവയുടെ പകരം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ. യഹോവയുടെ പകരം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ. ശക്തിക്ക് വേണ്ടി കുറച്ചു നേരം ഇതിനെ ആരാധിച്ച് കടലിയത്തെ ശ്രമിച്ച് അല്പം അന്യഭാഷ പറയുന്നത് അല്ല ശക്തി എന്ന് പറയുന്നത്. അതെന്താകുന്നറിയാം, പറഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ അത് വേറും അപശക്തമായി മാറ്റപ്പെടും. എന്നാൽ നീന്റെ പ്രിയമാർഗയുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം പ്രാപിച്ച് ജീവിതത്തിൽ പ്രാപത്യമാക്കുവാനുള്ള താല്പര്യത്തോടുകൂടെ വചനത്തിൽ ഞാൻ കീഴ്പ്പെട്ട് ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ കാണുന്നത്. അവരാണ് ശക്തന്മാരെന്ന് പറയുന്നത്. അവരാണ് ബലമുള്ളവരെന്ന് പറയുന്നത്. അവരുടെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾക്ക് അധികാരമുണ്ട്. അവരുടെ നാവിൽ കൂടെ കടന്നു വരുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. കാരണം അവർ കേട്ടുപിടിച്ചത് കഥകളല്ല അവർ പറയുന്നത്. ദൈവത്തിനെ പ്രാപിച്ച ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ മനസ്സിലാക്കണം. ദൈവത്തിന് ഒരു വ്യക്തി പ്രാപിക്കുന്നു, ദൈവത്തിനല്ലാതെ ഒരു വ്യക്തി പ്രസംഗിക്കുന്ന ഒരു വലിയ വ്യത്യാസമുണ്ട്. ദൈവത്തിന് പ്രാപിച്ചവൻ ദൈവത്തിന്റെ വിശുദ്ധവചനം പറയുന്നു. എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു. എന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ യോഹന്നാന്റെ സുവിശേഷം എന്താണ് ഒരു വ്യത്യാസമൊക്കെ അവിടെ കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദൈവം അയച്ചവനാകുന്നതെങ്കിൽ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ആത്മാവിനെ അളവ് കൂടാതല്ലോ അവരുടെ മേൽ കൊടുക്കുന്നത്. ആത്മാവിനെ അളവ് കൂടാതെ ഹംപലവക്കാല ദൈവത്തിന്റെ വചനം ദൈവത്തിന് പ്രാപിച്ച ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ നാവിൽ കൂടെ ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ തന്നെ അത് വെറും മാനുഷിക വാക്കുകളായിട്ട് അല്ലെങ്കിൽ വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിട്ട് വെളിപ്പെടൽ, പരിശുദ്ധാത്മാവിന്റെ ബലമായിട്ട് വെളിപ്പെടൽ. പ്രിയപ്പെട്ടവരെ, രാവിലെ ദൈവസ്ഥാനം ഇരിക്കുക, ദൈവത്തിന് ഒരു വചനമെങ്കിലും പ്രാപിക്കുക. ആ വചനം പ്രാപിക്കുന്നത് നാവിൽ കൂടെ ഉരുവിട്ടുകൊണ്ട് നടക്കുക. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ വെച്ച് ഇന്ന് രാത്രി അവസാനത്തിൽ എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടച്ചാൽ